നമ്മളുടെ ഒരു ചിന്താമണ്ഡലത്തിൽ ഒരു ബോധമായി ദീർഘകാല വൈവിധ്യ കമ്മിറ്റി രൂപീകരിക്കണം. അപ്പോൾ ആ കമ്മിറ്റി രൂപീകരിക്കണം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ നഗരസഭയിൽ ഓൾറെഡി അത് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ചിന്തിക്കും ഈരാറ്റുപേട്ടയല്ലേ ഇവിടെ എന്ത് എന്നുള്ള ചിന്ത വരും. പക്ഷെ അതല്ല, നമ്മുടെ എല്ലാം ജീവൻ്റെ നിലനിൽപ്പിന് കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ജീവജാലങ്ങളും വൃക്ഷലതാദികളും ഒക്കെയാണ് അതിൻ്റെ ബാലൻസിങ് നിലനിർത്തുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ ഒരു സമ്പൂർണമായ ജൈവ വൈവിധ്യ രജിസ്റ്റർ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നഗരസഭയിൽ കൊള്ളാവുന്ന ഒരു പ്രദേശത്ത്, ഒരു ഗ്രീൻ മൂഡിലുള്ള പ്രദേശത്ത് ഒരു ജൈവ വൈവിധ്യ പാർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഈ സ്കീമിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഗാർഡനിങ് ഉണ്ടാവും, ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ വരാം, അല്ലെങ്കിൽ പുഴയോരങ്ങളിൽ എന്താ പറയുക ഒരു പൈതൃക സംരക്ഷണം പോലെ അങ്ങനെയുള്ള ഒരുപാട് രസകരമായ അല്ലെങ്കിൽ കണ്ണിന് കുളിർമയുണ്ടാകുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ ഈ നഗരസഭയ്ക്കുള്ളിലുണ്ട്. അത്തരം സ്ഥലങ്ങൾ, അത്തരം പ്ലോട്ടുകളെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടയാളപ്പെടുത്തലുകളുണ്ട്. ആ അടയാളപ്പെടുത്തലുകൾ പരിസ്ഥിതിയുടെ മനുഷ്യരുടെ ചൂഷണം കൊണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അത് സൗഹൃദത്തിലാക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സൗഹൃദ പുതിയ വാക്ക്. അപ്പോൾ ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ അത്തരത്തിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം പറഞ്ഞ വാക്കുകൾ തന്നെ സുസ്ഥിരവും സമഗ്രവുമായ വികസനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും. അതിൽ പരിസ്ഥിതി വരും, മാലിന്യ സംസ്കാരം, പാലങ്ങൾ വരും, വിദ്യാഭ്യാസ പ്രവർത്തനം വരും, ആരോഗ്യ പ്രവർത്തനം വരും. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തിന് പ്രിയപ്പെട്ട നമ്മുടെ അരുവിത്തറ സെയിൻറ്റ് ജോർജ് കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എത്തിയിട്ടുണ്ട്. അവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഏറ്റവും നല്ല സമ്പൂർണ്ണമായ രജിസ്റ്റർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം പുറത്തിറക്കുന്ന നഗരസഭയായി നമുക്ക് മാറണം. അത് തീർച്ചയായിട്ടും ഒരു അഭിമാനമാണ്. ആ നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. റഫീഖ് സാറൊക്കെ ഈ മേഖലയിൽ ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് വിരമിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട റഫീഖ് സാർ. അദ്ദേഹത്തിൻ്റെ സർവീസിന് ശേഷവും ആ മേഖലയുമായി കഴിഞ്ഞ കുറേ കാലങ്ങൾ, പതിറ്റാണ്ടുകളായി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഇപ്പോഴും ജീവിതത്തോട് ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും റിട്ടയർമെൻറ്റ് ലൈഫിൽ പലരും അതൊക്കെ വിട്ടുപോയി ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക്, ഫാമിലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മൂഡിലേക്ക് പോകാറുണ്ട്. പക്ഷെ അതല്ല, ആ തരത്തിൽ ഇതിനെക്കുറിച്ച് ഗൗരവമായി കാണുന്ന ആളുകൾ നമുക്കറിയുന്നത്. അവരെയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. ഈരാറ്റുപേട്ട നഗരസഭയുടെ ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് അല്ലെങ്കിൽ രജിസ്ട്രി നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അമരക്കാരനായ ബഹുമാന്യായ അബ്ദുൾ റഹീം, നേട്ടങ്ങളിലെ ഉദാഹരണങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, വലിയ പാലങ്ങൾ, ഇത്തരം സംവിധാനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് അവിടുത്തെ ജൈവ വൈവിധ്യം. 1980 വരെ നമ്മുടെ ഭാരതത്തിൽ ഇതിനെപ്പറ്റി കാര്യമായ ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം നമ്മുടെ രാജ്യമെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ന് ഗവൺമെൻറ് വിവിധ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ ഏരിയയിലുള്ള ബയോഡൈവേഴ്സിറ്റിയെ പറ്റി കൃത്യമായ ഒരു രജിസ്ട്രി ഉണ്ടാവണമെന്നാണ്. അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഓൾറെഡി ഒരു ബേസ് ലൈൻ ഡേറ്റ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് സമഗ്രമല്ല. നമ്മളിപ്പോൾ അത് സമഗ്രമായി വിപുലീകരിക്കണമെന്നും എത്രയും പെട്ടെന്ന് നല്ലൊരു സമ്പൂർണ്ണമായ ജൈവവൈവിധ്യ രജിസ്ട്രി ഉണ്ടാക്കണമെന്നും പുതിയ ഭരണസമിതി ചാർജ് എടുത്ത ഉടനെ തന്നെ തീരുമാനമെടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്രയും താല്പര്യം പ്രകടിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ മുനിസിപ്പൽ ചെയർമാന് അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജിൻ്റെ പേരിൽ പ്രത്യേകം ഒരു നന്ദി കൂടി, അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജിനെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ ക്ഷണിച്ചതിന് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ പദ്ധതിക്ക് ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഈ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്.
എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് തീർത്തെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓ സാറേ, ഏറ്റവും ബഹുമാന്യനും ഒരു പുതിയ കാലഘട്ടത്തിന് ഈരാറ്റുപേട്ടയിൽ സാന്നിധ്യമേകാൻ നിയോഗിക്കപ്പെട്ട എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് VP നാസർ, ഈ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഫാത്തിമ, എൻ്റെ ചിരകാല സുഹൃത്തും സമ്മത സഹചാരിയുമായ റഹീം സാറും ബിനുവും, സെൻറ്റ് ജോർജ് കോളേജിൻ്റെ മേധാവി ഡോക്ടർ ജോബി, പിന്നെ അതേ വകുപ്പിലെ തന്നെ അധ്യാപകനായ പ്രൊഫസർ അബിൻ. ഈ കുട്ടികളൊക്കെ ബോട്ടണിൻ്റെ പ്രിയങ്കരായ സെൻറ്റ് ജോർജ് കോളേജിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഞാനും ആ ഒരു കോളേജിൻ്റെ ഉൽപ്പന്നമാണ്. ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിലെത്തിയിട്ടുള്ള ഏകദേശം ഒരാഴ്ച മുൻപാണ് എന്നോട് പിന്നെ റഹീം സാറിനോട് പറഞ്ഞത് ഒരു ജൈവ വൈവിധ്യ രജിസ്റ്ററിൻ്റെ പുനർ ആവിഷ്കരണവും. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈരാറ്റുപേട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു നവീകരിച്ച ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിലും ജൈവ വൈവിധ്യ സംവിധാനങ്ങൾക്കും സന്നാഹങ്ങൾക്കുമെല്ലാം എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയുണ്ടായി. ഈ ഒരു മൂല്യവത്തായ ഒരു പ്രവർത്തനം നോക്കിക്കാണുന്നത് അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു അഭിപ്രായ പ്രകടനം ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് VP നാസർ പറഞ്ഞപ്പോൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ക്രോഡീകരണ പ്രവർത്തനത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഉത്ബോധനം യാത്ര ചെയ്യുമെന്ന് ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായി. അവ തിരിച്ചറിയുക, കൂടുതൽ ആഴത്തിൽ അവ അടയാളപ്പെടുത്തേണ്ടതായും ഉണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, ഈരാറ്റുപേട്ട ഒരു സ്ഥലമുണ്ട്. ജൈവ വൈവിധ്യത്തിന് അത്രയധികം സംഭാവനകൾ നൽകുവാൻ സാധ്യമാണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രസക്തി ഞാനൊന്ന് ആവർത്തിച്ച് പറയാം. നമുക്ക് ചുറ്റും നമ്മളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജനാവലിക്ക് കവചമായി ഈ നാല് ചുറ്റും തീർത്തിരിക്കുന്ന മലനിരകളുണ്ട്. ഈ മലനിരകളെല്ലാം ജൈവ വൈവിധ്യത്താൽ സമ്പുഷ്ടമാണ്. അതീവ സാന്ദ്രമായ ജൈവ പദാർത്ഥങ്ങൾ, അവ ഭൂമിയായാലും ജീവജാലങ്ങളാണ്, ഈ വെള്ളത്തിൽ നാം കണ്ടുവരുന്ന മത്സ്യങ്ങളാണ്. ആ ജൈവ വൈവിധ്യം ശക്തമായി നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു വലിയൊരു കവചമാണ് നമുക്ക് ഊഹിച്ചു. ഇത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഒരു 10-20 വർഷം മുമ്പ് ഞാൻ എപ്പോഴും സഹോദര തുല്യനായി, എൻ്റെ ഗുരുതുല്യനായി കണക്കാക്കുന്ന ഡോക്ടർ ജോബി അഗസ്റ്റിൻ. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? ഡോക്ടർ ജോബി സാറിനെ അറിയാമോ? നിങ്ങൾ എന്താ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഡോക്ടർ ജോബി സാറിനെ കുറിച്ച്? ഇല്ല, കേൾക്കണം. കാരണം നമുക്കൊക്കെ വളരെ മുൻപേ കടന്നുപോയ നടന്നു നീങ്ങിയ ഒരു മഹാ സമ്പത്താണ് ഞങ്ങളുടെ ഒരു പ്രത്യാശയാണ്. നിങ്ങൾ ഈ മേഖലകൾ പരമാവധി ഉൾക്കണം. ഈ നമ്മളുടെ ഒരു ചിന്താമണ്ഡലത്തിൽ ഒരു ബോധമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഡെറാഡൂണിൽ WII എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. നിങ്ങളുടെ സ്വപ്നം അവിടെ എത്തുക എന്നുള്ളത് കേട്ടോ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അത് മലയാളിയായിട്ടുള്ള ഒരു IFS കാരൻ
അതിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ മനോജ്. അപ്പോൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം. പുള്ളി എന്നോ കേരളം വിട്ട് ഉത്തരാഖണ്ഡിൽ ചേക്കേറിയ മനുഷ്യൻ. അത് പറഞ്ഞു, എൻ്റെ ഒരു വിഹ്വലതയാണ്, എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേരളം. എത്രയോ സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശം, ഓരോ ചതുരശ്ര ഇഞ്ചിലും ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു സ്പന്ദനം നമുക്ക് കാണാൻ പറ്റും. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് കുട്ടികളായിട്ടുള്ള ജിജ്ഞാസാലുക്കളായിട്ടുള്ള കണ്ണുകളിൽ തിളക്കങ്ങൾ ഇപ്പോഴും പ്രസരിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും ദൗത്യം. ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കൂടെയുള്ള ഒരു സന്ദേശമായി ഈ ഒരു ജൈവ വൈവിധ്യ രജിസ്റ്റർ മാറണം. നിങ്ങൾ ഒരു ചെറു ചോദ്യം ഞാൻ ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഒലിവർ റിഡ്ലി ടർട്ടിൽ. കേട്ടിട്ടുണ്ടോ? ഒലിവ് റിഡ്ലി ടർട്ടിൽ നമുക്കൊക്കെ ലഭ്യമാണ്. അതാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽ. അതേപോലുള്ള ഒരു സാധനം നമ്മൾ എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ വായിക്കും. എന്താ? നക്ഷത്രയാമ അല്ലേ? അല്ലെ? നമ്മളുടെ സ്വകാര്യ അഹങ്കാരമാണ് നക്ഷത്രയാമ. അപ്പോ ഇത് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു വാത്സല്യം തോന്നുന്നത് ഈ കുട്ടികളോടാണ്. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള ഒരു വേദികളിൽ കേവലം ഒരു അവതരണത്തിലുപരി ഇവരുടെ മനസ്സിലേക്ക് കോറിയിടാൻ എന്തെങ്കിലും ഒരു സന്ദേശവും 1-2 വാക്കുകളും ഒക്കെ ഉണ്ടാകണം. കാരണം അവർ നമ്മളുടെ നാളെയുടെ മുതൽക്കൂട്ടാണ്. കാരണം ഞാനിത് പഠിച്ചത് MSc എൻവയറൺമെന്റ് സയൻസ്. അതിൽ ഞങ്ങളുടെ ബാച്ച് ആരംഭിച്ചപ്പോൾ ഏകദേശം 16 പേരുണ്ടായിരുന്നു. അത് അവസാനിച്ചത് 6 പേരിലാണ്. അക്കാലത്ത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നൊരു മഹിമ രാജാ സാർ എന്റെ പ്രൊഫസറിനോട് ചോദിച്ചു, എടാ 12 പേർ നിങ്ങളെ വീട്ടിൽ കളഞ്ഞിട്ടാണ്, നീ എതുക്കാകെ ഇറക്കില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്കൊരു ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അന്നേരം നിങ്ങൾ ഉപരിപഠനത്തിന് ഈ സസ്യശാസ്ത്രം തിരഞ്ഞെടുക്കണം. നിങ്ങൾ ഈ ഒരു കോളേജിൻ്റെ ഇട്ടാവട്ടത്തിൽ നിന്നും മാറി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലേക്കോ ഒക്കെ എത്തിപ്പെടാനുള്ള ഒരു ദീർഘവീക്ഷണം നിങ്ങളിൽ ഉണ്ടാകണം. അപ്പോൾ ഇതിൽ തൽപരരായിട്ടുള്ള അനേകം കുട്ടികൾ പഠിക്കുന്നതായിട്ട് ഉത്തരാഖണ്ഡിലെ ആ 3 സ്ഥാപനങ്ങൾ, ഇന്ദിരാഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്ട്രിയും പിന്നെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയൊക്കെ അവിടെ നിലകൊള്ളുന്നു. അത് നമ്മളുടെയൊക്കെ ഒരു സാമീപ്യം കൊതിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒരു ടൂറിന് കൊണ്ടുപോകണം സാർ. ഞാൻ സൗജന്യമായിട്ട് അവർക്ക് താമസവും ഭക്ഷണവും കേട്ടോ, സൗജന്യമായിട്ട് താമസവും ഭക്ഷണവും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. കാരണം അതിന്റെ സ്റ്റേഷൻ ഡയറക്ടർ ഇപ്പോഴും എന്റെ സുഹൃത്താണ്. അവിടെ സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ താമസിക്കാം. 60 രൂപയേ ഉള്ളൂ. ഭക്ഷണത്തിന് ആകെ കൂടെ 23 രൂപ ഒരു ദിവസം കൂടി. ഇപ്പോൾ 40 ആയി. അപ്പൊ നിങ്ങളുടെ യാത്രകൾ തുടരണം കേട്ടോ. നിങ്ങൾ ആ പ്രദേശങ്ങൾ ജൈവ വൈവിധ്യത്താൽ സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ കയറി ഇറങ്ങണം. റൈംസാറുണ്ട്, ബിനുവുണ്ട്. ഇവരുടെ ഒരു കഴിഞ്ഞ ഒരു 30 വർഷമായിട്ടുള്ള ഈ ഒരു പ്രദേശത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് എന്നെക്കാളും 1000-കണക്കിന് മടങ്ങാണ്. അപ്പം നമ്മളുടെ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് പകർന്ന് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഇനിയും കൂട്ടിച്ചേർക്കലുകളും ഇനിയും ഗൗരവമായ പഠനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു പുസ്തക രൂപമായി ഇത് ദീർഘകാലം ഇവിടെ നിലകൊള്ളട്ടെ. ഇത് നമുക്ക് ഏവർക്കും ഒരു മാർഗദർശിയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അത് പുള്ളി ഒരിക്കലും ആ ഇട്ടാവട്ടത്തിൽ നിൽക്കുന്ന ഒരാളുമല്ല. ഒരുപാട് എന്താ പറയുക, ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും അതിലപ്പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് എന്തായാലും എനിക്ക് കൺവീനറായിട്ട് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നതും അതിന്റെ ആപ്റ്റ് പേഴ്സൺ കുറെ ആപ്റ്റ് പറയും. കാരണം എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഒന്ന് കുഞ്ഞു കാര്യങ്ങൾ ആ ബാനർ നിങ്ങളുണ്ടാവും. അത് എഴുതിയിരിക്കുന്നതാണ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ കൊടുക്കൽ അല്ലേ? എന്തിനാണ് ജനിക്കാൻ കഴിയുന്നത്? പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. അതുകൊണ്ടാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. ആ ബുക്കിൽ പറഞ്ഞ ആളുടെ പേരുണ്ട്, ഫോട്ടോയുണ്ട്, കിഴങ്ങ് നന്മയുണ്ട്. ഇതിൽ കിഴങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് കിഴങ്ങാണെന്ന് ചോദിച്ചാൽ ഏത് കിഴങ്ങാന്ന് അറിയത്തില്ലാത്ത പോലെയാണ്. പക്ഷെ കന്നഡ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിങ്ങളേവരും സഹകരിക്കുമെന്ന് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു. സാർ പറഞ്ഞാൽ നല്ല തിളക്കമുള്ള കണ്ണുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലപോലെ ആ പ്രക്രിയയിൽ ജനങ്ങളുടെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ കൊടുക്കുക. അതിൽ ഇന്ന് സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ മുനിസിപ്പാലിറ്റിക്ക് അതല്ലെങ്കിൽ പിള്ളേർക്ക് റിലീസാണ് എല്ലാവർക്കും ഫെൻസിങ് നേച്ചർ ആൻഡ് ഡെജറ്റ്ലിന്റെ പേരുള്ള നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്.